അദ്ദേഹത്തെ കണ്ടെത്തി. നാടുകടത്താൻ നാട്ടുകാരോട് ചോദിച്ചപ്പോ പൂർണ്ണ സമ്മതം. എല്ലാവരും ഒറ്റ വാക്കിൽ നാടുകടത്തണമെന്ന് പറയുന്നു. നാടുകടത്തിപ്പോ നാടുകടത്തി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ രോഗിയായി കിടന്നുപോയി. മരുഭൂമിയിലാണ്. ആരും സഹായിക്കാനില്ല, ആരും തുണയില്ല, ആരും രക്ഷിക്കാനില്ലാതെ മരുഭൂമിയിൽ രോഗിയായി കടന്നുപോയി. വെള്ളം തരാനാളില്ല, വെള്ളം തരാനാളില്ല, വിശപ്പ് തീർക്കാനാളില്ല, ദാഹം തീർക്കാനാളില്ല, രോഗം കാണാനാളില്ല. അപ്പോഴല്ലേ മനസ്സ് തിരിക്കുന്നത് രാജാവായ റബ്ബിലേക്ക്, സിട്ടാവായ റബ്ബിലേക്ക്. ഇതുവരെ റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് ജീവിച്ചിട്ട് ആ റബ്ബിനോടൊരു നന്ദിയുള്ളവനാകാൻ, ആ റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന അടിമകളെ കൂട്ടത്തിലൊന്ന് ഞാനൊന്ന് പെട്ടുകിട്ടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടും ആ രാജാവായ റബ്ബ് രോഗിയാകുന്ന ഈ ദിവസം വരെ റഹ്മാനായ റബ്ബെനിക്ക് വെള്ളം തന്നു, റഹീമായ റബ്ബെനിക്ക് ഭക്ഷണം തന്നു, കഴിക്കാനുള്ള സർവ്വതും തന്നു. ഇതുവരെ എന്റെ ആരോഗ്യം നിലനിർത്തി തന്നു, എന്റെ കാഴ്ച നിലനിർത്തി തന്നു, അതിന്റെ കേൾവി നിലനിർത്തി തന്നു. അവനെത്ര വലിയ കാരുണ്യവാനാണ്, എത്ര വലിയ റഹ്മത്തുള്ളവനാണ്. ഇതുവരെ ഞാൻ ആ റബ്ബിനൊരു നന്മ ചെയ്തില്ല, ഇതുവരെ ഞാൻ ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചൊന്നും ചെയ്തില്ല. എന്നിട്ടോ എന്നെ എല്ലാവരും കൂടി നാടുകടത്തി ഒരു മരുഭൂമിയിലെത്തി. ഇവിടെയും എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് എന്റെ റബ്ബ് തന്നിട്ടുണ്ടല്ലോ. റബ്ബേ, നിന്റെ കാരുണ്യം വലുതാണ്, നിന്റെ കാരുണ്യം വലുതാണ്, നിന്റെ മഗ്ഫിറത്തും വലുതാണ്. എന്റെ ഭാര്യയില്ല, എന്റെ മക്കളില്ല, എന്റെ ബാപ്പയില്ല, എന്റെ ഉമ്മയില്ല, കുടുംബങ്ങളില്ല, നാട്ടുകാരില്ല, സ്നേഹിക്കുന്നവരില്ല. അവരെങ്ങാനും ഞാൻ ഈ പട്ടിണി കിടക്കുന്നത് കണ്ടെങ്കിൽ, അവരെങ്ങാനും ഞാൻ ഈ രോഗിയായി കിടക്കുന്നത് കണ്ടെങ്കിൽ, നിസ്സഹായനായി കിടക്കുന്നത് കണ്ടെങ്കിൽ, റബ്ബേ, എന്നെ പെറ്റുപോറ്റിയ ഉമ്മാന്റെ മനസ്സ് നോവാതിരിക്കൂല, ആറ്റുപോറ്റിയ ബാപ്പന്റെ മനസ്സ് വേദനിക്കാതിരിക്കൂല, എന്നെ സ്നേഹിക്കുന്ന ഭാര്യയുടെ മനസ്സ് പൊട്ടാതിരിക്കൂല, എന്നെ ഇഷ്ടപ്പെടുന്ന മക്കളുടെ മനസ്സ് പൊട്ടാതിരിക്കൂല. നീ അർഹമുർ റഹീമീനാണ്. ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചത് ബാപ്പനേക്കാൾ സ്നേഹമുള്ളവനാണെന്നാണ്, ഉമ്മയേക്കാൾ കാരുണ്യമുള്ളവനാണെന്നാണ്, മക്കളെക്കാൾ ഇഷ്ടമുള്ളവനാണെന്നാണ്. എനിക്ക് മക്കളുടെയല്ല പ്രതീക്ഷ, ബാപ്പയുടേതല്ല പ്രതീക്ഷ. ഈ മരുഭൂമിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് റഹ്മാനും റഹീമുമായ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, നിന്നിലാണ് എന്റെ പ്രതീക്ഷ, നീയാണ് എന്റെ പ്രതീക്ഷ. പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഖേദിച്ച്, മനസ്സുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ച് തമ്മാടിത്തരം ചെയ്ത മനുഷ്യൻ റബ്ബിന്റെ റഹ്മത്തെടുത്ത് പറഞ്ഞു. റബ്ബിലേക്ക് കാരുണ്യം പ്രതീക്ഷിച്ചങ്ങ് വിളിച്ചപ്പോൾ റബ്ബ് പറയുന്ന മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീലേ, ഉമ്മയുടെ രൂപത്തിലൊരു മലക്കിനയക്കണം, ബാപ്പയുടെ രൂപത്തിലൊരു മലക്കിനയക്കണം, കുടുംബങ്ങളുടെ രൂപത്തിലൊരു മലക്കുകളയക്കണം, നാട്ടുകാരെ രൂപത്തിൽ മലക്കുകളയക്കണം. എന്നെ സ്നേഹിച്ച, അവസാന നിമിഷം എന്നെ ഇഷ്ടപ്പെട്ട, എന്റെ പൊരുത്തം പ്രതീക്ഷിച്ച, എന്റെ കാരുണ്യം പ്രതീക്ഷിച്ച ആ മനുഷ്യൻ എന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താകരുതേ ജിബ്രീൽ. ഉമ്മയെത്തിപ്പോയി, ബാപ്പയെത്തിപ്പോയി, മക്കളെത്തിപ്പോയി,
എത്തിപ്പോയി. അവസാന നിമിഷം റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് തൗബ ചെയ്ത ഈ സാലിഹായ മനുഷ്യൻ ദിക്റ് ചൊല്ലി മരിച്ചുപോയി. അപ്പോഴല്ലേ മലക്കുകൾ ചോദിക്കുന്ന റബ്ബേ ഇനിയെന്തു ചെയ്യണം, ഇനിയെന്ത് ചെയ്യണം? അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. സാലിഹായ മനുഷ്യൻ അവസാനം റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിന്റെ പൊരുത്തം കിട്ടിയപ്പോൾ മലക്കുകളോട് പറയുന്നു, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് മറവ് ചെയ്യാൻ, കഫൻ ചെയ്യാൻ, ദഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തോളാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്ന മൂസാ നബിയെ, എന്നാൽ ഇന്ന സ്ഥലത്തൊരു നല്ല വലിയ മരിച്ചിട്ടുണ്ട്, അള്ളാന്റെ വലിയാണ്, റബ്ബിന്റെ പ്രീതി കിട്ടിയ മഹാന ആണ്, അദ്ദേഹത്തെ ഒന്ന് മറവ് ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാന്റെ വലിയല്ലേ, ഔലിയാക്കളെ ബഹുമാനിക്കല് സ്വാലിഹീങ്ങളെ പ്രത്യേകതയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ വലിയനൊന്ന് കാണണം, ആ വലിയന്റെ പൊരുത്തം കിട്ടണം, ആ വലിയനൊന്ന് മറവ് ചെയ്യണം. ഈ നിലക്കല്ലേ നബിയായിട്ടും മൂസാ നബി ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ, അവരെത്ര ഉയരുന്നുണ്ടോ അവരെ മനസ്സിൽ അഹങ്കാരമില്ല, അവരെ മനസ്സിൽ കിബറില്ല, അവരെ മനസ്സിൽ അഹംഭാവമില്ല, അവരെ വെറുപ്പില്ല. താഴ്മ അധികരിക്കുകയാണ്, താഴ്മ കൂടി വരികയാണ്. അമ്മേ നീ ഞങ്ങൾക്ക് തവാളുവിനെ തരളം റഹ്മാനെ, കിബറന്മാരിൽ നീ പെടുത്തരുത് റഹ്മാനെ. അതല്ലേ നമ്മുടെ ആലിമീങ്ങളുടെയും പതിവ്. അവരാരും നന്മകൾ അവരെ മേൽ വെച്ച് പറയൂല. എത്ര വലിയ സ്ഥാപനമുണ്ടാക്കിയാലും എത്ര വലിയ സേവനം ചെയ്താലും ഞങ്ങൾ ചെയ്തു എന്നവര് പറയൂല. മൂസാ നബി അലൈഹിസ്സലാം വലിയ അള്ളാന്റെ നബിയാണ്, റബ്ബുമായി സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ പ്രവാചകനാണ്. എന്നിട്ടും വലിയാണെന്ന് കേട്ടപ്പോ പൊരുത്തത്തിനിറങ്ങിപ്പോയി ആ മൂസാ നബി അലൈഹിസ്സലാം. വലിയ സ്ഥലമന്വേഷിച്ചു പോയി. അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴല്ലേ മനസ്സിലാകുന്നത്, മുമ്പ് തമ്മാടിയായി നാട്ടുകാർക്ക് സഹിക്കാത്തതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാം നാട് കടത്തിയ മനുഷ്യനാണ്. മൂസാ നബി റബ്ബിനോട് ചോദിക്കുന്നു, അല്ല റബ്ബേ, ഇയാളെ ഞാൻ മുമ്പ് തമ്മാടിത്തരം കൊണ്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് നാട് കടത്തിയവനല്ലേ? എന്റെ റബ്ബിന്റെ മറുപടി, നമ്മുടെ രാജാവായ റബ്ബിന്റെ മറുപടി, റഹ്മത്തി വാസിഅ. മൂസാ നബിയേ, എന്റെ കാരുണ്യം വിശാലമാണ്. മനസ്സറിഞ്ഞ് പാപമോചനം തേടി എന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചവന് ഞാൻ പൊറത്തു കൊടുത്തുപോയി. അവനിക്ക് എന്റെ അടുക്കൽ വലിയ സ്ഥാനം ഞാൻ നൽകിപ്പോയി. മൂസാ നബിയേ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ സ്ഥാനമാണ് നമുക്ക് കിട്ടേണ്ടത്. റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം, റബ്ബിന്റെ അടുക്കലുള്ള ആദരവ്, അതിന് മനസ്സറിഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്യണം, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതത്തിന് നമ്മൾ തയ്യാറാകണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും റഹ്മത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഉമ്മ ബാപ്പമാർക്ക് പൊറുക്കണേ അല്ലാ, ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ലാ, കുടുംബങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. വേദിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വലിയ പ്രതീക്ഷയിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാ.
ഇന്നലെ കോഴിക്കോട് ജില്ലയിലും മെനഞ്ഞാന്ന് കാസർഗോഡും അതിന്റെ തലേ ദിവസം പാലക്കാട്, അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ വഅദിന്റെ മജ്ലിസിൽ വന്ന മൂമിനീങ്ങൾ, ഇന്നും വഅദിന്റെ മജ്ലിസിൽ വന്ന മൂമിനീങ്ങൾ, ഇനിയും നിങ്ങളെ വഅദിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ വരുന്ന മൂമിനീങ്ങൾ